പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാളുകളിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഒരു കുടുംബം പങ്കുവെച്ചു. ആ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഫിലോമിന ജോസ്. ഞാൻ തൃപ്പൂണിത്തറ നിർമ്മല മിനിസ്ട്രിയിൽ നിന്ന് വരുന്നു. എനിക്ക് 18 വർഷമായിട്ട് ശ്വാസം മുട്ടായിരുന്നു. 6 വർഷത്തോളം ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചു. അതിനൊരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് മരുന്നിലേക്ക് തന്നെ മാറി. എനിക്ക് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭക്ഷണം അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് കിടക്കാൻ പോലും പറ്റില്ല, ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചവളാണ് ഞാൻ. ഇവിടെ വന്ന് 4 പ്രാവശ്യം ഞാനിവിടെ വന്നായിരുന്നു. ഈ മലയിൽ അല്ലേ? 4 പ്രാവശ്യം ഞാനിവിടെ വന്നായിരുന്നു. കൽക്കുരിശിന്റെ മലയിൽ വന്നായിരുന്നു. വന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ വന്നിട്ട് എനിക്ക് ഒരു ഇതൊന്നും തോന്നിയില്ല. 4 തവണ വന്ന് എന്നാലും ഒരു അനുഭവം തോന്നിയില്ല. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയതിൻ്റെ പിന്നെ ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ട് വന്നു. 4ാമത്തെ തവണ വന്ന് ആ കുരിശിൻ്റെ അവിടെ കരച്ചിൽ കരഞ്ഞു. കുരിശിൻ്റെ അവിടെ കരച്ചിൽ പറഞ്ഞ് കർത്താവേ, ഞാൻ 4 തവണ വന്നു, എനിക്കൊരു അനുഭവം ഇല്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞൊരൊറ്റ കരച്ചിലാണ്. എല്ലാവരും ജപമാല ചൊല്ലി മേളിയിട്ട് പോരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും താഴെ നിൽക്കുമായിരുന്നു. ഈ നടന്നു കയറാൻ ആസ്മ ശ്വാസം മുട്ടൽ. ഇത് എത്ര വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലാ? 18 വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലായിരുന്നു. 18 വർഷം ശ്വാസം മുട്ടൽ. 18 വർഷം ശ്വാസം മുട്ടലായിരുന്നു. ഞരമ്പിന് 2 ഞരമ്പിന് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു എനിക്ക് ഈ ശ്വാസം മുട്ടൽ കാരണം. അപ്പൊ ഈ ശ്വാസം മുട്ടൽ കാരണം ഇരിക്കാനും പറ്റില്ല, ഒന്നും പണി ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കിടക്കാനും പറ്റില്ല, ഒന്നും പറ്റൂലായിരുന്നു. ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് പറ്റില്ല. ബാത്റൂമിൽ പോയിട്ട് കയറി വരുമ്പോൾ ശ്വാസം മുട്ടായിട്ടാണ് വന്നത് ഞാൻ. എൻ്റെ ദൈവമേ, ഈ മലയിൽ വരുമ്പം എല്ലാവരും കൊന്ത ചൊല്ലി നടന്നു വരുമ്പം ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കരഞ്ഞുകൊണ്ട് താഴെ നിൽക്കും. ഈ ശ്വാസം മുട്ടൽ കാരണം നടക്കാനും പറ്റില്ല, കയറാനും പറ്റില്ല. ഒരു ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ശ്വാസം മുട്ടൽ മൊത്തം പിന്നെ മരണ വേദനയാണ്. രാത്രിയിലൊക്കെ എന്നെ 1 മണിക്കൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ശ്വാസമില്ലാണ്ട് എടുത്തുകൊണ്ട് ചേട്ടൻ പോയിട്ടുണ്ട്. എടുത്തുകൊണ്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തേ പിന്നെ എനിക്ക് കുറയുന്നത്. 2 കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കും അവർ. 2 കൈക്കല്ല, ഞരമ്പിൽ നോക്കി ഇഞ്ചക്ഷൻ എടുക്കും അല്ലേ? 2 കൈക്ക് ഇഞ്ചക്ഷൻ. അത് ഇവിടെ 2 സൈഡ് ഇവിടെ തന്നെ എടുക്കണം എനിക്ക് 2 ഇഞ്ചക്ഷനും. ഇത് എത്ര വർഷം? 18 വർഷം. അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ ആരോ പറഞ്ഞു അല്ലേ, അട്ടപ്പാടി ഒരു മലയുണ്ട്, അവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പറഞ്ഞു, ഇവിടെ ഈ നിർമ്മല മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ പറഞ്ഞു അവിടെ ഒരു കൽക്കുരിശിൻ്റെ മലയുണ്ട്, ആ കൽക്കുരിശിൻ്റെ അവിടെ ചെന്ന് യേശുവേ എന്ന് വിളിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി ആദ്യത്തെ 1 തവണ വന്നു, അനുഭവം കിട്ടിയില്ല. 2 തവണ വന്നു, അനുഭവം കിട്ടിയില്ല. 3 തവണ വന്നു, അനുഭവം കിട്ടിയില്ല. 4ാമത്തെ തവണ വന്നപ്പോൾ വേദനയോടെ കരഞ്ഞു അല്ലേ? കൽക്കുരിശിൻ്റെ അവിടെ വേദനയോടെ ഈശോയെ എന്ന് പറഞ്ഞ് വേദനിച്ച് അവിടെ കരഞ്ഞു. അന്ന് പോയതാ, പിന്നെ തിരിച്ചു ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് പനിയും ചുമയും വന്നെങ്കിലും ശ്വാസം മുട്ടൽ വന്നില്ല. ഈ കൊടും തണുപ്പ്, നിങ്ങൾ ആലോചിക്കുന്ന ഈ ദിവസങ്ങളെ തണുപ്പ്, അതെ, തണുപ്പ് വന്നാലും മഞ്ഞ് വന്നാലൊക്കെ. ഇന്ന് തന്നെയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഒരാൾ നല്ല ആരോഗ്യമുള്ള ഒരാൾ പറയാണ് തണുത്ത് വിറച്ചിട്ട് പാടില്ല, അച്ഛന് വിറയ്ക്കണില്ല, എനിക്ക് വിറച്ചിട്ട് പാടില്ല, എൻ്റെ അസ്ഥിയും കൂടെ വിറയ്ക്കാം. അപ്പോൾ ഈ തണുപ്പ് എല്ലാവർക്കും പിടിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു തണുപ്പ് എല്ലാവരുടെയും ശരീരത്തിന് ഒരുപോലെയല്ല, ചിലർക്ക് തണുത്ത് തന്നെ വിറച്ചിട്ട് അസ്ഥിയും കൂടെ വിറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആസ്മ വന്നാൽ എന്തായിരിക്കും സ്ഥിതി?
എൻ്റെ മോനെ പ്രസവിച്ച് കഴിഞ്ഞ അന്ന് കിട്ടിയ ശ്വാസം മുട്ടാണ് എനിക്ക്. മോനെ പ്രസവിച്ച് കഴിഞ്ഞ് മോന് 18 വയസ്സ് കഴിഞ്ഞ് അന്ന് കിട്ടിയതാണ് എനിക്ക് ശ്വാസം മുട്ട്. മോനെ പ്രസവിച്ച അന്ന് തൊട്ട് ശ്വാസം മുട്ടൽ ആരംഭിച്ചതാണ്. മോനിപ്പോൾ 18 വയസ്സായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ കൽക്കുരിശിൻ്റെ അവിടെ നിന്ന് കരഞ്ഞ് 4ാം തവണ വന്നപ്പോൾ കരഞ്ഞ് എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിലും കരഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് പോയി. പിന്നെ ഇന്ന് വരെ ശ്വാസം മുട്ടൽ അലട്ടിയില്ല. നല്ല സന്തോഷം, ചാടാം ഓടാം അല്ലേ. ഈ മലയൊക്കെ സുഖമായിട്ട് കയറി ഇന്ന് സുഖമായിട്ട് കയറി പോന്നു. ഈ കൊടു തണുപ്പത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ പോലും ഇത് കുറച്ച് കഴിഞ്ഞ് സംസാരം പറ്റില്ല. എനിക്കിവിടെ ഇങ്ങനെ മല കയറി വരുന്ന സമയത്ത് പകുതി മുക്കാലും കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ആ കൂട്ടത്തിലുള്ളവരോട് പിന്നെ നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ പിന്നെ മിണ്ടാത്ത അവരുടെ കൂട്ടത്തിൽ പോരുള്ളൂ. ആ സ്ഥലത്ത് ഈ ചേച്ചി ഫുള്ള് കൊന്തയിലേക്ക് പോന്നു. ഈ മല മുഴുവൻ കൊന്തയിൽ കയറി. എൻ്റെ പിതാവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിക്കും ആ ആസ്മ ഫുള്ള് പോയതിൻ്റെ. പിന്നെ അത് കൊടും തണുപ്പ്, ഒരു ശ്വാസം മുട്ടില്ലാത്തൊരു കൊടും തണുപ്പത്ത് തന്നെ ഇതാവും. ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തെ ശനിയാഴ്ച ഈ കൊടും തണുപ്പിലാണ് ഈ സഹോദരി ഒരു ഇതില്ലാതെ പുഷ്പം പോലെ ഇങ്ങോട്ട് കയറിപ്പോന്നു. ഭർത്താവ് ഇവിടെ ഉണ്ടോ? ജോസി ചേട്ടാ, ശരിക്കും നല്ല ശ്വാസം മുട്ടൽ ഭയങ്കര കഠിനമായിരുന്നു അല്ലേ ഈ അല്ലേ? ജീവിത പങ്കാളി 18 വർഷമായി സഹിച്ചത് വേറെ ആരും അറിയുന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ജോസി ചേട്ടനാണ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ഈ 18 വർഷമായിട്ട് ഈ ശ്വാസം മുട്ടൽ ഭയങ്കര കഠിനമായിരുന്നല്ലേ? തീർച്ചയായിട്ടും അല്ലേ. ഇത് ശ്വാസം മുട്ടൽ വരുമ്പോൾ എന്താ സ്ഥിതി? ചിലപ്പോൾ രാത്രിയും പകലൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പതിവ് അല്ലേ. ഈ ആസ്മയ്ക്ക് ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിക്കലും അല്ലെ? ഡോക്ടറെ കാണിച്ചായിരുന്നു. താൽക്കാലികമായ ശമനം കിട്ടുന്നല്ലാതെ പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. ഡോക്ടറെ കണ്ട് കാണിക്കുമായിരുന്നു അല്ലേ? കാണിക്കുമ്പം ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ വലിക്കാനൊക്കെ തരും അല്ലേ? പക്ഷെ പൂർണ്ണമായിട്ട് മാറുന്നില്ല. പക്ഷേ ഇതെങ്ങനെ ഇത് മാറിയത്? ഞങ്ങൾ ആദ്യം വരുമ്പോഴത്തേക്കും കൊന്ത ചൊല്ലി പോരുമ്പോഴത്തേക്കും തീരെ പറ്റാണ്ടായിട്ട് മലയൊന്നും കയറാൻ പറ്റില്ല. അപ്പം മുമ്പിലുള്ളവരോട് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ പതിയെ താങ്ങി പിടിച്ചാണ് കൊണ്ടുവന്നത്. അന്നത്തെ ആ ഇതിൽ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ 4ാമത്തെ തവണ അല്ലേ? 4ാമത്തെ തവണ അല്ലേ? ആദ്യത്തെ തവണ വന്ന് പോയി അങ്ങനെ 4ാമത്തെ തവണ തീരെ വയ്യാതെ അങ്ങനെ താങ്ങി പിടിച്ച് ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഒരു സമയം പിടിച്ചിട്ടുണ്ട് അവിടെ എത്തിയപ്പം. വയ്യാതെ താഴ്ത്തിയിരുന്നിട്ട് പിന്നെ കൽക്കുരിശ് വന്ന് യേശുവേ, അവിടെ കൽക്കുരിശിൻ്റെ അവിടെ നിന്നിട്ട് എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചു? ഇവിടെ കുറേ പേര് അങ്ങനെ ആസ്മയുള്ളവരുണ്ട്. അപ്പോൾ അതിന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു. പ്രമാണം ചൊല്ലി കല്ലിൽ ഞാൻ തല വെച്ചിരുന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതാണ്. അതായത് വിശ്വാസ പ്രമാണം ചൊല്ലിയത് 7 തവണ വിശ്വാസ പ്രമാണം 9 തവണയൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഇത് ചെയ്യൂല, ഇഷ്ടംമാരെ അങ്ങ് ചൊല്ലും. അവിടെ നമ്പർ നോക്കാറില്ല. അത് വേറെ പ്രാർത്ഥന രീതിയാണ്. കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, എണ്ണം നോക്കാതെയുള്ള പ്രാർത്ഥന, അത് മറ്റൊരു രീതിയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് അങ്ങോട്ട് ഒരു വേദന തീരുവോളം വിശ്വാസ പ്രമാണം അവിടെ ചൊല്ലിയിട്ട് തല ആ കുരിശിലേക്ക് താഴ്ച വെച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതോട് അന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അത് വിട്ടുപോയി അല്ലേ? പിന്നെ വന്നിട്ടില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. ഫുൾ ആരോഗ്യം. ഇന്ന് നടന്ന് കയറി പോന്നു. ഇന്ന് നടന്ന് കയറി, ഇന്ന് കൊന്ത ചൊല്ലിയാണ് കയറി പോകുന്നത്. ഇന്ന് കൊന്ത ചൊല്ലി 2 പേരും കിടക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ രോഗത്തിൻ മുഖം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ രോഗത്തിൻ മുഖം തകർത്തു. തന്റെ രോഗത്തിൻ മുഖം തകർത്തു. തന്റെ രോഗത്തിൻ മുഖം തകർത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവമായ കർത്താവിന് മുമ്പിൽ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകളും തങ്കലിപികളിൽ എഴുതപ്പെടും. ഇപ്പോൾ ഭാരത്തോടും വിഷമത്തോടും കൂടി ഇരിക്കുന്ന മക്കൾ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. എൻ്റെ കർത്താവെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല,
കാരണം പ്രകൃതിക്ഷോഭങ്ങൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? ആത്മീയമായും തകർന്നു. എൻ്റെ ആത്മാവ് അന്ധകാരത്തിലായിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നിരാശ മൂടിയിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? ഭാരപ്പെടുന്ന ഓരോ ആത്മാവും ഈ സമയം ഹൃദയമൊന്ന് എളിമപ്പെടുത്തുക. എൻ്റെ കർത്താവിനെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധ ശക്തിയെ, ജീവൻ നൽകുന്നവനെ, പ്രത്യാശ നൽകുന്നവനെ, പുതുജീവൻ നൽകുന്നവനെ, പുതിയ ഉയർപ്പ് നൽകുന്നവനെ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞവനെ, ഗ്ലോറി, ഗ്ലോറി. ആകുലമോ വരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഓ ദൈവമേ, ഈ രാത്രി കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ വർഷിക്കണമേ കർത്താവേ. തളർന്ന ആത്മാക്കളെ അന്ധകാരത്തിൽ നിന്ന് കൈപിടിച്ച് അവിടുന്ന് ഉയർത്തണമേ. അങ്ങ് ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവെ തുറന്നു തരും. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവെ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, പ്രത്യാശയുടെ കൈയടിച്ച് കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. അവിടുന്ന് ഉണർവ് നൽകണമേ കർത്താവേ. പ്രകാശം നൽകണമേ. പ്രകാശം ഉദിക്കട്ടെ, പ്രകാശം ഉദിക്കട്ടെ. Let there be light from Lord. Glory, 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 glory. പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ. Let there be light. Let there be light. Let there be light. Glory, 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 glory. Glory, 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 glory. Hallelujah, hallelujah, hallelujah. ആരാധന, 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 ആരാധന. Hallelujah, 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 hallelujah. 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 Praise the Lord. Praise the Lord. ദയവ് ഇതെല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് തളരരുത്, മുന്നോട്ട് പോവുക. തളരരുത്, മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് മനസ്സ് തളരുന്നത്? പ്രത്യാശ നഷ്ടപ്പെടും. പ്രത്യാശയുടെ ആ പ്രകാശമെല്ലാം അസ്തമിച്ച് നിരാശയുടെ അന്ധകാരം വ്യാപിച്ച് മനസ്സ് മടുത്ത് ജീവിതം മടുത്ത് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മനസ്സ് തളർന്ന് നാം വിവശരാകും. ഒരുപാട് പേര് അധ്വാനിച്ച് എല്ലാം ഒരു ലെവലിലെത്തിക്കുമ്പം എല്ലാം തകർന്നു പോകുന്നു. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കും, ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കും, വ്യക്തിപരമായി ആധ്യാത്മിക അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കും, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ,
നല്ല നിശ്ചയദാർഢ്യത്തോടെ അധ്വാനിച്ച് ഒരുപാട് നല്ല ജീവിതം നയിച്ച് അധ്വാനിച്ച് കൃഷിക്കാരും ബിസിനസ്സുകാരും ആധ്യാത്മിക മണ്ഡലത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും ഇങ്ങനെ പലരുടെയും ജീവിതങ്ങളിൽ മടുപ്പും നിരാശയും ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വഴി ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ആ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലെ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ദൈവവചന ഭാഗങ്ങളിൽ ഒന്നാണിത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭയപ്പെടരുത്, 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 ഭയപ്പെടരുത്. ഭയം വന്ന് ഗ്രസിക്കുന്ന സമയങ്ങളും കാലങ്ങളും ജീവിതത്തിലുണ്ടാവും. എല്ലാം കൈവിട്ടു പോകുന്ന സമയങ്ങളും മണിക്കൂറുകളും വരും. ദൈവവചനം പറയാണ്, ഭയപ്പെടരുത്. നിങ്ങളുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആരാണ് എണ്ണിയത്? സ്വർഗസ്ഥനായ പിതാവ്. എന്നിട്ട് കർത്താവായ യേശു പഠിപ്പിക്കുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അറിവ് കൂടാതെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുവാദം കൂടാതെ ഒരു തലമുടി ഇഴ പോലും നിലം പതിക്കുകയില്ല. ഇത് കർത്താവ് തന്നിരിക്കുന്ന ഉറപ്പാണ്. പ്രിയ മക്കൾ, അതിൽ വിശ്വസിക്കണം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇത് ഉറപ്പായും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം, വിശ്വസിക്കണം. ഈ വചനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും രാവും പകലും ധ്യാനിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള തിരുലിഖിതങ്ങൾ. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ പറ്റിയോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന് ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ? ടെൻഷൻ, ആകുലത, ഉത്കണ്ഠ, നിരാശ, ഭയം, ഈ ഒരു അന്ധകാര മേഖലകളിൽ നിന്ന് വിടുതൽ വേണം. അതിന് ദൈവത്തിലും ദൈവവചനത്തിലും ഉറച്ച വിശ്വാസം വേണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള ഈ തിരുവചന ഭാഗങ്ങളിൽ ദൈവപുത്രനായ യേശു ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവം തീറ്റിപ്പോറ്റും, ദൈവം നോക്കും, ദൈവം സംരക്ഷിക്കും, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇത് ദൈവപുത്രനായ യേശു നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. 139-ാമത്തെ സങ്കീർത്തനത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. എൻ്റെ ദൈവം എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ ചുറ്റിലും എൻ്റെ മുകളിലും എനിക്ക് കാവൽ നിൽക്കുന്നുവെന്നും, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്നും, അവിടുത്തെ കടാക്ഷം എൻ്റെ മേലുണ്ട് എന്നും, അവിടുന്ന് എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും, ഈ ഒരു അറിവ് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം ഉന്നതമായ ഒരു ജ്ഞാനമാണെന്ന് ദൈവവചനം ഏറ്റുപറയുകയാണ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം എൻ്റെ മുമ്പിലും പുറകിലും കാവൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. യേശു പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നിന്നെ സ്വതന്ത്രനായി വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ട്.
10-11 വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുമ്പോൾ മാത്രമാണ്, എൻ്റെ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് എൻ്റെ മേൽ അധികാരം. പ്രപഞ്ച ശക്തികൾക്ക് എൻ്റെ മേൽ അധികാരം, രോഗത്തിന് എൻ്റെ മേൽ അധികാരം, മറ്റേതൊരു ശക്തിക്കും എൻ്റെ മേൽ അധികാരമുള്ളത് ഉന്നതത്തിൽ നിന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവ് അനുവാദം നൽകുമ്പോൾ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഹൃദയത്തിൽ വളരെ വേദനയോടെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടത? ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ ദുരിതം അങ്ങ് അനുവദിച്ചത്? എൻ്റെ ജീവിതം ഇത്രയും വലിയ തകർച്ച എന്തുകൊണ്ടാണ് അങ്ങ് അനുവദിച്ചത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഒരു അനുഭവം ഓർമ്മ വരികയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ കുമ്പസാരക്കാരൻ വളരെ ദൈവകൃപയിലും ദൈവഭയത്തിലും ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കുന്ന, ദൈവത്തിന് പ്രീതികരമായി ചരിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ആ കുമ്പസാരക്കാരൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു, എല്ലാം പരാജയപ്പെടുന്നു, ഒന്നും ശരിയാകുന്നില്ല, വേദനയോട് വേദന, തകർച്ചയോട് തകർച്ച, സഹനത്തോട് സഹനം. അപ്പോൾ ഒരു ദിവസം വിശുദ്ധ ഫൗസ്റ്റീന ദൈവത്തോട് ആവലാതിപ്പെട്ടു, ദൈവമേ, എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ജീവിതം നയിക്കുന്ന ഈ എൻ്റെ കുമ്പസാരക്കാരന് ഇങ്ങനെ ഒരു സഹനം അനുവദിക്കുന്നത്? അപ്പോൾ കർത്താവ് കൊടുത്ത വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ 90-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ദിവസം എൻ്റെ കുമ്പസാരക്കാരൻ എത്രമാത്രം സഹിക്കണമെന്ന് ഞാൻ ആന്തരികമായി മനസ്സിലാക്കി. സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകുന്നു, എല്ലാവരും എതിരാകുന്നു, അങ്ങയുടെ ശാരീരിക ശക്തി ക്ഷയിക്കുന്നു, സഹനത്തിൻ്റെ ചക്കിലേക്ക് കർത്താവ് എടുത്ത് ഇടുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതം, അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് തന്നെ മാർഗതടസ്സം വരുത്തുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഒന്നിനെയും ഭയപ്പെടണ്ട എന്ന് പറയുക, രാവും പകലും എൻ്റെ കടാക്ഷം അവൻ്റെ മേലുണ്ട്. ഈ പ്രവൃത്തി കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണമനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് ഞാൻ അവൻ്റെ കിരീടം രൂപപ്പെടുത്തിയെടുക്കും. ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനു വേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ അനേകം കഠിനഹൃദയരെ തിരിച്ചെത്തിക്കാൻ, ഒരുപാട് മാനസാന്തരത്തിന് സാധ്യതയില്ലാത്ത നിത്യനാശത്തിലേക്ക് നശിച്ചു പോകുന്ന ഒരുപാട് ആത്മാക്കളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് ഒരു നിശ്ചിത അളവ് സഹനം നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കും. നമ്മുടെ സ്വർഗസ്വനായ പിതാവ് സഹനം അനുവദിക്കുമ്പോൾ ഉപരിയായ ഒരു ലക്ഷ്യം അവൻ്റെ മനസ്സിലുണ്ട്, അവിടുത്തെ ഹൃദയത്തിലുണ്ട്. അത് തകർന്നു പോകുന്ന ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള അവിടുത്തെ ചിന്തയാണ്. അവിടുത്തെ പുത്രനായ യേശു കുരിശിൽ കടന്നപ്പോൾ അത് ലോകത്തിൽ പാപത്തിൽ തകരുന്ന നിത്യജീവൻ നഷ്ടപ്പെട്ട ആത്മാക്കളെക്കുറിച്ച് ചിന്തയല്ലേ അവിടുത്തെ പുത്രനായ യേശുവിനെ കുരിശിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അനേക നാളുകളായി, അനേക പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്നവരും, എത്രമാത്രം നോക്കിയിട്ടും എത്രമാത്രം മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം മാനസാന്തര ശുശ്രൂഷ ചെയ്തിട്ടും രക്ഷപ്പെടുത്താൻ പറ്റാത്തതുമായ ഒരുപറ്റം ആത്മാക്കളുടെ നിത്യജീവന് വേണ്ടി ഒരു പക്ഷേ കുറേ സഹനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ അനുവദിക്കും. ഒരു പക്ഷേ കുറേ വേദന ദൈവം അനുവദിക്കുന്നത് ഒരു വലിയ പറ്റം ജനത്തിൻ്റെ രക്ഷയ്ക്കും നിത്യജീവന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്ന ജീവിതങ്ങളിലായിരിക്കും ഈ സഹനങ്ങളും വേദനകളും അനുവദിക്കുന്നത്. വലിയ വചനപ്രഘോഷണം, വലിയ കൺവെൻഷൻ നടത്തുന്നത് പോലെ, വലിയ വചനപ്രഘോഷണം നടത്തുന്നത് പോലെ തന്നെയുള്ള വലിയൊരു മാനസാന്തരത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയാണ് ചില തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളിൽ സ്വർഗസ്വനായ പിതാവ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ സഹനങ്ങൾ അനുവദിക്കുമ്പോൾ അവിടുത്തെ കടാക്ഷം 24 മണിക്കൂറും, എവറി മിനിറ്റ്, എവറി സെക്കൻഡ് അവിടുത്തെ കടാക്ഷവും സ്നേഹവും നമ്മളെ വരയും ചെയ്യുന്നുണ്ട്, നമ്മളെ അനുധാവനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് വലിയ കിരീടം സ്വർഗസ്വനായ പിതാവിൻ്റെ സന്നിധിയിൽ ഒരുക്കുകയാണ്. വലിയ കൺവെൻഷനുകളും വലിയ മാനസാന്തര ശുശ്രൂഷകളും കർത്താവ് ലോകത്തിൽ അനുവദിക്കുന്ന പോലെ തന്നെ അനേക ജനതകളെ മാനസാന്തരത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ വലിയൊരു ഇടപെടലാണ് തിരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിൽ
തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്, തിരഞ്ഞെടുക്കപ്പെട്ട ചില കുടുംബങ്ങൾ, വ്യക്തികൾക്ക് സഹനങ്ങൾ അനുവദിക്കുക എന്നുള്ളത്. ഒന്നും വെറുതെ പോവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ വലിയ കിരീടങ്ങൾ, അവൻ്റെ കിരീടത്തിൻ്റെ പ്രകാശം, ശോഭ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ അവന് വേണ്ടി ഈ സഹനങ്ങൾ അനുവദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 78-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും ഒരു കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് ആനയിക്കാൻ സാധ്യമല്ല. സഹനത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും വേദനയുടെയുമായ ഒരു അന്തരീക്ഷത്തിൽ ഒരാത്മാവിനെ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഞാനും നിങ്ങളും അവിടെ എത്രമാത്രം എന്തൊക്കെ ഹെൽപ്പ് ചെയ്താലും, എത്രമാത്രം ഉപദേശം കൊടുത്താലും, എത്രമാത്രം പുസ്തകങ്ങൾ കൊണ്ട് കൊടുത്താലും, എത്രമാത്രം ആശ്വാസവചനങ്ങൾ പറഞ്ഞാലും, ആ ആശ്വാസവചനങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധം വേദനയുടെ ഒരു ഹൈ ടെമ്പറേച്ചറിലൂടെ ആയിരിക്കും ആ ആത്മാവിനെ ദൈവം കടത്തിക്കൊണ്ട് പോകുന്നത്. ദൈവത്തിന് മാത്രം അറിയാവുന്ന രീതിയിൽ ദൈവം നമുക്ക് കിരീടങ്ങൾ ഒരുക്കുന്നു. ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം വലിയ ജനതതികളെ മാനസാന്തരത്തിലേക്ക്, നിത്യജീവനിലേക്കും ആനയിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണത്. ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് ധ്യാനിക്കാം, ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് ഓർക്കാം, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: എൻ്റെ ദൈവം എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എനിക്ക് കാവൽ നിൽക്കുന്നവനാണ്. എൻ്റെ ദൈവം അറിയാതെ ഒരു മുടിയഴ പോലും നിലത്ത് വീഴുകയില്ല. എൻ്റെ ദൈവം അധികാരം കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കും എൻ്റെ മേലെ അധികാരമില്ല. എൻ്റെ ദൈവം 24 മണിക്കൂറും കണ്ണിമ പൂട്ടാതെ അവിടുന്ന് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. എൻ്റെ ദൈവത്തിന് എന്നെ തീറ്റിപ്പോറ്റാനും എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ എത്തിക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ ഹൃദയത്തെ ഉറച്ച് വിശ്വസിക്കണം. ഈ ഒരു കഷ്ടത, ഈ ഒരു വേദന എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവഴി എൻ്റെ നിത്യജീവിതത്തിനും അനേകായിരങ്ങളുടെ നിത്യജീവിതത്തിനും വേണ്ടി ദൈവം കരുതിക്കൊണ്ടിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വഴികളെ എനിക്ക് വെളിപ്പെടുത്തണമേ. എനിക്ക് എൻ്റെ യേശു മാത്രം മതി. ഈ ലോകത്തിൽ ബാക്കി എന്ത് വന്നാലും അതിൻ്റെ എല്ലാം നടുവിൽ യേശുവിനെ ആരാധിച്ചും യേശുവിനെ ധ്യാനിച്ചും യേശുവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ചും ഞാൻ മുന്നോട്ട് പോകും. തളരാതെ ഞാൻ മുന്നോട്ട് പോകും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. വേദനയോടെ യേശുവിനെ നോക്കുക. ഹൃദയത്തിൽ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുക. യേശുവേ, എൻ്റെ യേശുവേ, എനിക്ക് നീ മാത്രം മതി. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി. യേശു മാത്രം മതി, ദൈവമക്കളെ ഒരുമിച്ച് യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹൃദയ യേശുവിൽ സമർപ്പിച്ച് കൈകൾ ഉയർത്തി വലിയ സ്നേഹത്തോടെ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, റൂഹായേ വേഗം ആഗതനാകണമേ.